രണ്ട് ആൺമക്കളായിരുന്നു ലാലേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും. മൂത്ത മകൻ പ്യാരിലാൽ 2000-ലാണ് മരണത്തിനു കീഴടങ്ങിയത്. പിന്നാലെയാണ് 7 വർഷങ്ങൾക്കിപ്പുറം 2007-ൽ വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് അച്ഛൻ വിശ്വനാഥൻ നായരും മരിച്ചത്. അതുവരെ തിരുവനന്തപുരത്തായിരുന്ന ശാന്തകുമാരി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും അരികിൽ മകൻ ഉണ്ടാകണമെന്ന ആഗ്രഹത്തെയും തുടർന്നാണ് കൊച്ചിയിലേക്ക് താമസം മാറ്റിയത്. അപ്പോഴും മുടവൻമുകളിലെ അച്ഛനും അമ്മയും ചേട്ടനും ഒരുമിച്ച് താമസിച്ചിരുന്ന വീട് പൊന്നുപോലെ നോക്കിയിരുന്നു ലാലേട്ടൻ. ആദ്യം തേവരയിലെ വീട്ടിലായിരുന്ന അമ്മയെ 8 വർഷം മുമ്പാണ് എളമക്കരയിൽ പുതിയ വീട് പണിത് അവിടേക്ക് മാറ്റിയത്. കുറച്ചുകൂടി ശാന്തമായതും അമ്മയുടെ ചികിത്സ നടക്കുന്ന അമൃത ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനും സാധിക്കുന്ന വിധത്തിലാണ് എളമക്കരയിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയും അമ്മയെ അവിടേക്ക് മാറ്റുകയും ചെയ്തത്. എങ്കിലും വർഷങ്ങളായി കൊച്ചിയിലുണ്ടെങ്കിലും അമ്മയുടെ അന്ത്യാഭിലാഷം സംസ്കാരം ഭർത്താവിൻ്റെയും മൂത്ത മകൻ്റെയും മൃതദേഹം സംസ്കരിച്ച ഇടത്തു തന്നെ വേണം എന്നതായിരുന്നു. അമ്മയുടെ മരണവാർത്ത പുറത്തുവന്ന് മണിക്കൂറുകൾക്കിപ്പുറം അമ്മയുടെ അന്ത്യാഭിലാഷം നടത്തുവാൻ തന്നെയാണ് മോഹൻലാൽ തീരുമാനിച്ചിരിക്കുന്നത്. ഭർത്താവിനെയും മകനെയും സംസ്കരിച്ചതിന് തൊട്ടടുത്ത് തന്നെയാണ് അമ്മ ശാന്തകുമാരിക്കും ലാലേട്ടൻ ചിതയൊരുക്കുന്നത്. നാളെയാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിൽ വച്ചിരിക്കുന്ന മൃതദേഹം രാത്രി 8 മണിയോടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാത്രി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുക. തുടർന്നാണ് നാളെ സംസ്കാരം നടത്തുക. 13 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതിന് ശേഷം ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന മോഹൻലാലിൻ്റെ അമ്മ എളമക്കരയിലെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സംസാരിക്കാൻ പോലും കഴിയാതെ ആയിപ്പോയ അമ്മയെ കുറച്ചെങ്കിലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ലാലേട്ടൻ നിരവധി ചികിത്സകളും നടത്തിയിരുന്നു. അമൃതയിലെ ന്യൂറോ വിഭാഗത്തിൽ നടത്തിയ ചികിത്സയിൽ അമ്മയുടെ സംസാരശേഷി തിരിച്ചു കിട്ടുന്ന വിധത്തിലേക്കും എത്തിച്ചിരുന്നു. തുടർന്നാണ് തേവരയിലെ വീട്ടിൽ നിന്നും കുറച്ചുകൂടി ശാന്തമായതും അമ്മയ്ക്കരികിലേക്ക് മകന് പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന വിധത്തിലും എളമക്കരയിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയും അമ്മയെ അവിടേക്ക് മാറ്റുകയും ചെയ്തത്. ലാലേട്ടനോ സുചിത്രയോ പ്രണവോ വിസ്മയോ ഒക്കെയായി ആരെങ്കിലുമൊക്കെ അമ്മയ്ക്കൊപ്പം ഈ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് ഉച്ചയോടെ അമ്മയുടെ മരണവാർത്ത എത്തിയത്. 90 വയസ്സായിരുന്നു അമ്മയുടെ പ്രായം. കുറച്ചു ദിവസമായി അമ്മ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്ന് ലാലേട്ടൻ അമ്മയ്ക്കരികിൽ തന്നെയുണ്ടായിരുന്നു. അതിനിടെയാണ് ഇന്നലെ സിബി മലയിലിൻ്റെ മകൻ്റെ വിവാഹത്തിനും എത്തിയത്. വിവാഹവേദിയിൽ നിന്നും അതിവേഗം മടങ്ങിയ ലാലേട്ടൻ അമ്മയ്ക്കരികിലേക്കാണ് എത്തിയത്. തുടർന്ന് അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തതിനാൽ തന്നെ രാത്രി മുഴുവൻ അമ്മയ്ക്കരികിൽ തന്നെയുമായിരുന്നു. ലാലേട്ടനും സുചിത്രയും 2 മക്കളുമെല്ലാം ശാന്തകുമാരിക്ക് ആശ്വാസം പകർന്ന് അരികെ തന്നെ ഉണ്ടായിരുന്നു രാത്രി മുഴുവൻ. അവസാന നിമിഷം വരെയും ഒരു മകൻ്റെ സ്നേഹവും കരുതലും അമ്മയ്ക്കരികിലിരുന്ന് നൽകി സന്തോഷകരമായ ഒരു യാത്രയപ്പ് കൂടിയാണ് മോഹൻലാൽ നൽകിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.